ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. നമ്മളിപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളമായി. എല്ലാവരും വളരെ റെസ്പോൺസിബിളായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള വിശ്വാസമുണ്ട് നമുക്ക്. സോ അതുപോലെ തന്നെ എല്ലാവരും അത് ശരിയായ രീതിയിൽ തന്നെ എടുക്കുക. ബിക്കോസ് ഒരു നോർമൽ സിറ്റുവേഷൻ നമുക്കിനി വരാനായിട്ട് നമുക്ക് അതെപ്പോൾ വരും എന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വരുന്നത് വരെ നമുക്ക് ഈ രീതിയിൽ തന്നെ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നുള്ള രീതിയിൽ തന്നെ ഈ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ സ്വീകരിക്കുക. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റും പഠിക്കുക. ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളെ പഠിപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണോ ഞങ്ങൾക്കുള്ളത്, അതേപോലെ ഇത് സ്വീകരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കും ഉണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്യരുത്, ശരിയായ രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. കാരണം നിങ്ങളെല്ലാം മെച്യൂർഡ് ഒരു ഏജിലുള്ള കുട്ടികളാണ്. പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്, ആവശ്യമില്ലാത്തതല്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ഇൻട്രപ്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു കലർപ്പില്ലാതെ ശുദ്ധമായി ആത്മാർത്ഥമായിട്ട് നിസ്വാർത്ഥമായിട്ട് നിങ്ങളിത് സ്വീകരിക്കുക കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ പ്രസൻറ്റേഷനിൽ അതെന്തോ ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം വന്നുകൊണ്ട് ഏതോ ഒരു സ്ലൈഡ് ഓഡിയോ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ സ്ലൈഡിലും ഓഡിയോ കാണുന്നുണ്ടായിരുന്നു. അത് അപ്ലോഡ് ചെയ്തപ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. എനിവേ ഞാനത് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ഞാൻ പിന്നീട് അയക്കുന്നതായിരിക്കും. ഇന്നെന്തായാലും നമ്മൾ അടുത്ത സെഷൻ തുടങ്ങുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ബിസിനസ് റെഗുലേഷൻ എന്നുള്ള ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മളതിൽ ആദ്യം ഇൻട്രഡക്ഷൻ ഓഫ് ലോ, എന്താണ് ലോ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ലോ, നമ്മളത് കണ്ടിരുന്നു. സോ ലോ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് for our external human actions enforced by sovereign political authority. നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടുള്ള മനുഷ്യരായിട്ടുള്ള നമ്മളുടെ പ്രകടമായി പുറത്ത് കാണുന്ന നമ്മളുടെ ഒരുപാട് പ്രവൃത്തികളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്. അത് എൻഫോഴ്സ് ചെയ്തേക്കുന്നത്, അത് നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്, ഉറപ്പായിട്ടും ഇത് പാലിക്കണമെന്ന് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് പരമോന്നതമായിട്ടുള്ള ഉന്നത സ്ഥാനത്തുള്ള വ്യക്തികളാണ്, അതോറിറ്റീസ്, അധികാരികളാണ്. അപ്പം നമ്മളുടെ പ്രകടമായി കാണുന്ന നമ്മളുടെ പല പ്രവൃത്തികളും നമ്മൾ ഈ നിയമങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മളുടെ ഇതുപോലെ പല പ്രവൃത്തികളും കൺട്രോൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സാമൂഹിക ജീവിതം ശാന്തമായിട്ട് മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ നിയമത്തിൽ 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒന്ന് റൂൾസാണ്, പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് റൂൾസ് വന്നേക്കുന്നത്. അത് നമ്മളിൽ നിർബന്ധമാക്കുന്നത് സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റീസാണ്. അതാണ് ആ 3 എലമെൻറ്റ്സ്. ഇനി ഈ ഒരു നിയമങ്ങൾ നമ്മൾ ഈ മനുഷ്യൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ വേണ്ടി പാലിക്കേണ്ട നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ സോഴ്സസ് നമ്മൾ കണ്ടിരുന്നു. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ലോ? ഒന്ന്, നമ്മളുടെ കസ്റ്റംസ് യൂസേജിലൂടെ പല നിയമങ്ങൾ വന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഗ്രേറ്റ് ജുറിസ്റ്റ്സ്, നിയമപാലകർ എഴുതിയുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള പല നിയമങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ കോർട്ടിലുണ്ടാവുന്ന പല
ജഡ്ജ്മെൻറ്റ്, നിയമങ്ങൾ അല്ലേ, കോർട്ടിൻ്റെ ഉത്തരവ്, അത് നമുക്ക് നിയമങ്ങളായി മാറിയിട്ടുണ്ട്. പിന്നെ പല ഫോറിൻ ഫോറിൻ നിയമങ്ങളിൽ നിന്ന് നമുക്ക് നിയമങ്ങളുണ്ടായിട്ട്, കാരണം നമ്മളുടെ ബ്രിട്ടീഷ് ലോയിൽ നിന്നാണ് ഇന്ത്യൻ ലോ ഉത്ഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഫോറിൻ ലോസിൽ നിന്നും നമുക്ക് ഒരുപാട് നിയമം ഉണ്ടായി. പിന്നെ ചില പാർലമെൻറ്റിൽ ബില്ലുകൾ പാസ്സാക്കിയിട്ട് നമ്മൾ ഓർഡിനൻസ് നിയമങ്ങൾ കൊണ്ടുവന്നിരും. അപ്പം അങ്ങനെയൊക്കെയാണ് പല സോഴ്സിലൂടെ നിയമം ഉണ്ടായി പറഞ്ഞു. പിന്നെ നമ്മളുടെ നിയമങ്ങൾ എടുക്കുകയാണെങ്കിൽ മെയിനായിട്ടും അതിനെ 2 രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്: പബ്ലിക് ലോ ആൻഡ് പ്രൈവറ്റ് ലോ. പബ്ലിക് ലോ എന്ന് പറയുമ്പോൾ ഒരു സിറ്റിസണും ഗവൺമെൻറ്റും തമ്മിൽ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന നിയമങ്ങളാണ് പബ്ലിക് ലോ. ഇപ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ചുമത്തിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ നമ്മളിൽ വരുന്ന നിയമം, ഗവൺമെൻറ് പറയുന്ന ഓർഡേഴ്സ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന എന്താ പറയുക, പെനാൽറ്റീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് തരുന്നതാണ്. അപ്പം ഒരു സിറ്റിസൺ, ഒരു പൗരനും സർക്കാരും തമ്മിലുള്ള കാര്യങ്ങളിൽ ബാധകമായിട്ടുള്ള നിയമങ്ങൾ, അതിനെയാണ് നമ്മൾ പബ്ലിക് ലോസ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് ലോ എന്ന് വെച്ചാൽ വ്യക്തിഗത സംവാദങ്ങളിൽ, വ്യക്തികൾ തമ്മിൽ ഇടപെടുന്ന സമയത്ത് വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വ്യക്തികളും വസ്തുക്കളും തമ്മിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന നിയമങ്ങളാണ് പ്രൈവറ്റ് ലോ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആ ഒരു സെഷനിൽ അവിടെയാണ് ബ്രേക്ക് ആയെന്ന് തോന്നുന്നു. സോ അത് വേറെ ഒന്നല്ല, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന് പറയുന്നത് നമ്മളുടെ വാണിജ്യപരമായിട്ടുള്ള ആക്ടിവിറ്റീസിനെ പിന്തുണയ്ക്കുന്ന നിയമങ്ങളെയാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏത് വ്യക്തികളും ചെറുതും വലുതുമായിട്ടുള്ള എന്ത് വ്യവസായ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് അവർക്ക് ബാധകമായി വരുന്ന നിയമങ്ങളെയാണ് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് നിയമങ്ങളിൽ പറയുന്നത്. അപ്പം ഈ നിയമങ്ങളനുസരിച്ച് ഒരു 2 വ്യക്തികൾ, മിനിമം 2 വ്യക്തികളെങ്കിലും ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ ഉണ്ടാവണം. 2-ൽ കൂടുതൽ എത്ര വേണമെങ്കിൽ ആവാം. അങ്ങനെ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള ആ കോൺട്രാക്റ്റിൽ ചില അവകാശങ്ങളും ചില ബാധ്യതകളും ഉണ്ടാവുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. അപ്പം ഈ നിയമപ്രകാരം 2 വ്യക്തികൾ തമ്മിൽ ഒരു വ്യവസായ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് പാലിച്ചിരിക്കണം. അതിലേത് വ്യക്തിയായാലും ആ കോൺട്രാക്റ്റിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അവർ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്നത്. ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ 2 പാർട്ടുണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിൽ പാർട്ട് 1 നമുക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് പറയുന്നത്. പാർട്ട് 2 ചില സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങളാണ് പറയുന്നത്. അത് 3 കോൺട്രാക്റ്റുകളെ കുറിച്ചിട്ടാണ് പ്രത്യേകമായിട്ട് പാർട്ട് 2 പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നതാണ്. ദറ്റ് ഈസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡിമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി, പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്, പിന്നെ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. അങ്ങനെ പറഞ്ഞിട്ടുള്ള 3 കോൺട്രാക്റ്റാണ് അതിൽ വരുന്നത്. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മളുടെ ജനറൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഓരോ ടേംസും ഇവിടെ നമുക്ക് ഡെഫിനിഷൻസാണ് വരുന്നത്. അതിൽ ആദ്യം കോൺട്രാക്റ്റ് എന്താണ് എന്നുള്ളൊരു ടേം ഡെഫിനിഷൻസ് നമുക്ക് വരുന്നത്. അത് ഞാൻ പറഞ്ഞു, ഫില്ലപ്പ് ദ ബ്ലാങ്ക്സിൽ വരാറുണ്ട്. അത് ലാറ്റിൻ വേർഡായിട്ടുള്ള കോൺട്രാക്റ്റം എന്നുള്ള ആ ഒരു വേർഡിൽ നിന്നാണ് കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് ഡ്രോ ടുഗെദർ, ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ 2 പേര് തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അവർ 2 പേരെയും ഈ കോൺട്രാക്റ്റാണ് ഒന്നിച്ച് കൊണ്ടുവരുന്നത്. സോ ഒരു കോൺട്രാക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റിനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് ഒരു നിയമത്തിൻ്റെ പിന്തുണയുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും, കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ. എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ പരസ്പരം 2 പേര് തമ്മിൽ എഗ്രി ചെയ്യുന്നതാണ് എഗ്രിമെൻറ്റ്.
അപ്പം ഇവിടെ നമുക്കൊരു ചോദ്യം വരാം, എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല, എന്നാൽ എല്ലാ കോൺട്രാക്റ്റിലും എഗ്രിമെൻ്റ് ഉണ്ട്. ഓക്കെ, എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു എഗ്രിമെൻ്റാണോ നിയമത്തിൻ്റെ പിന്തുണയായിട്ട് വരുന്നത് അതിനെ മാത്രമേ നമുക്ക് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബിസിനസ് കോൺട്രാക്റ്റുകൾ പലതും ഉണ്ട്. അതിൽ നിയമത്തിൻ്റെ പിന്തുണയോടുകൂടി ഫോം ചെയ്യുന്ന അഗ്രിമെൻറ്റിനെ മാത്രമാണ് നമ്മൾ കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതല്ലാതെ നിയമത്തിൻ്റെ പിന്തുണയില്ലാതെ കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെൻ്റ് ഉണ്ട്, അത് എൻഫോഴ്സ് ആക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിയമത്തിൻ്റെ പിന്തുണയും കൂടി ഉണ്ടാവണം. അതാണ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പം ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, ആ എഗ്രിമെൻറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോസലാണ് ഉണ്ടാവുക. അതായത് ഒരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റിലുള്ള എഗ്രിമെൻ്റ് എടുത്താൽ ആ എഗ്രിമെൻറ്റിൽ ഒരു പ്രൊപ്പോസലാണ് ഉണ്ടാവുക. ആ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് വില്ലിങ്നെസ് ടു ഡു സംതിങ് ഓർ ടു ഗിവ് സംതിങ്. ഒരാൾ ഒരു വില്ലിങ്നെസ് പറയുകയാണ്, അത് മറ്റാൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പോസൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഈ പ്രൊപ്പോസലിൽ ആ വില്ലിങ്നെസ്സിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ഹീ ഈസ് പ്രോമിസിങ് സംതിങ് എയ്തർ ടു ഡു ഓർ ഗിവ്. ഇൻ റിട്ടേൺ ഹീ വിൽ എക്സ്പെക്റ്റ് എ ബെനിഫിറ്റ്. അപ്പം ഈ പ്രൊപ്പോസലിൽ ഒരു വില്ലിങ്നെസ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ കൊടുക്കാനോ പറയുമ്പോൾ അതിന് ഇൻ ടേൺ ഒരു ബെനിഫിറ്റും കൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ആ വില്ലിങ്നെസ് പുറപ്പെടുവിക്കുന്നത്. അതാണ് ഒരു പ്രൊപ്പോസൽ. അപ്പോൾ ഒരു പ്രൊപ്പോസലിൽ വില്ലിങ്നെസ്സും ഉണ്ട്, അതിനുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. ഓക്കെ, സോ ഈ പ്രൊപ്പോസലിൽ ആ വില്ലിങ്നെസ്സിലൂടെ ഒരു പ്രോമിസാണ് പ്രൊപ്പോസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു വസ്തു 100 രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എനിക്ക് താല്പര്യമാണ് ഇത് വിൽക്കാനായിട്ട്. അപ്പം എൻ്റെ മനസ്സിൽ അത് വിറ്റാൽ എനിക്ക് 100 രൂപ കിട്ടും, ബെനിഫിറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഓക്കെ, സോ ഐ പ്രോമിസ് ടു സെയിൽ ദിസ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് ഞാൻ പ്രോമിസ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഞാനത് പ്രോമിസ് ചെയ്തു. മറ്റാൾ ഓക്കെ 100 രൂപയ്ക്ക് ഞാനത് വാങ്ങിക്കാമെന്ന് താല്പര്യം കാണിക്കുന്നു. അപ്പോൾ ഒരു പ്രൊപ്പോസലിൽ ദർ വിൽ ബി എ പ്രോമിസ്. ആ പ്രോമിസ് എന്ന് പറയുന്നത് ഒരാൾ വില്ലിങ്നെസ്, ബെനിഫിറ്റ് ഉദ്ദേശിച്ച് കൊടുക്കുകയും മറ്റാൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രൊപ്പോസലിൽ പ്രോമിസ് ഉണ്ട്, ആ പ്രോമിസ് സ്വീകരിക്കുന്ന ആളും കൊടുക്കുന്ന ആളുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ വൺസ് ഹൂ പ്രൊവൈഡ് ദ പ്രോമിസ് ഇസ് എ പ്രോമിസർ ആൻഡ് വൺ ഹൂ റിസീവ്സ് ദ പ്രോമിസ് ഇസ് എ പ്രോമിസ്, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോമിസർ ആരാണെന്നും പ്രോമിസി ആരാണെന്നും കണ്ടു. ഇനി രണ്ട് പേരും എന്താണ്, അവരുടെ കൺസിഡറേഷനോട് കൂടിയിട്ടാണ് ഈ പ്രോമിസ് ഫോം ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ജനറൽ പ്രിൻസിപ്പിൾസിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് റൈറ്റ്സിനെ കുറിച്ചിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നിയമത്തിൽ 2 കാര്യങ്ങളുണ്ട്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, അവകാശമുണ്ട് അതുപോലെ തന്നെ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് രണ്ടാമതൊരു ടേം നമ്മുടെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. റൈറ്റ്സ് ഇൻ പേഴ്സണം ആൻഡ് റൈറ്റ്സ് ഇൻ റെം. ഇത് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് റൈറ്റ്സ് ഇൻ പേഴ്സണം, എന്താണ് റൈറ്റ്സ് ഇൻ റെം? റൈറ്റ്സ് എന്ന് വെച്ചാൽ അവകാശമാണ്. അപ്പോൾ റൈറ്റ്സ് ഇൻ പേഴ്സണം ആദ്യത്തെ എടുക്കാം. റൈറ്റ്സ് ഇൻ പേഴ്സണം മീൻസ് റൈറ്റ്സ് എഗെയിൻസ്റ്റ് ഓർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ടാവുന്ന അവകാശം. അതിനെയാണ് നമ്മൾ റൈറ്റ്സ് ഇൻ പേഴ്സണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്സ് ഇൻ റെം മീൻസ് റൈറ്റ്സ് എഗെയിൻസ്റ്റ് ഓർ ഇൻ റെസ്പെക്റ്റ് ടു എ തിങ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ടാവുന്ന അവകാശത്തിനെ റൈറ്റ്സ് ഇൻ പേഴ്സണം എന്നും ഒരു വസ്തുവിനെ സംബന്ധിച്ചുണ്ടാവുന്ന അവകാശത്തിനെ നമ്മൾ റൈറ്റ്സ് ഇൻ റെം എന്നും പറയുന്നു. ദ ലോ ഓഫ് കോൺട്രാക്ട് ഡീൽസ് വിത്ത് റൈറ്റ്സ് ഇൻ പേഴ്സണം. അപ്പം 2 അവകാശമുണ്ട്. വ്യക്തിയെ സംബന്ധിക്കുന്ന അവകാശമുണ്ട്, ഒരു വസ്തുവിനെ സംബന്ധിക്കുന്ന അവകാശമുണ്ട്. നമ്മളുടെ കോൺട്രാക്റ്റ്, ലോ ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ അധികം ഡീൽ ചെയ്യുന്നത് റൈറ്റ്സ് ഇൻ പേഴ്സണമാണ്. ഇപ്പോൾ ചിലപ്പോൾ 2 മാർക്സിന് ചോദിക്കാം, വാട്ട് ഈസ് റൈറ്റ്സ് ഇൻ പേഴ്സണം or what is rights in rem? Rights in personam means a right against or in respect of a person.
റൈറ്റ്സ് റിലേറ്റഡ് ടു എ പേഴ്സൺ, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ടാവുന്ന അവകാശം. റൈറ്റ്സ് ഇൻ റം മീൻസ് റൈറ്റ്സ് എഗെയിൻസ്റ്റ് ഓർ ഇൻ റെസ്പെക്ട് ടു എ തിങ്, ഒരു വസ്തുവിനെ സംബന്ധിച്ചുണ്ടാവുന്ന അവകാശത്തിനെയാണ് നമ്മൾ റൈറ്റ്സ് ഇൻ റം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ലോ ഓഫ് കോൺട്രാക്റ്റിൽ അധികം നമ്മൾ ഫോളോ ചെയ്യുന്നത് റൈറ്റ്സ് ഇൻ പേഴ്സണം. കാരണം രണ്ട് വ്യക്തികളാണല്ലോ ഇവിടെ ബിസിനസ്സിൽ ഡീൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റൈറ്റ്സ് ഇൻ പേഴ്സണമാണ് അധികം വരുന്നത്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടി ക്ലിയർ ആയിട്ട് ഈ റൈറ്റ്സ് മനസ്സിലാവും. റൈറ്റ്സ് ഇൻ പേഴ്സണത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് B owes a certain sum of money to A. Now A is entitled to claim the said sum of money from B, and that right can be exercised only by A and not by any others. Similarly, A can enforce that right only against B and not against others. അതായത് ബി എന്ന വ്യക്തി എയിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചു, ഒരു ട്രേഡ് ആവശ്യത്തിനാണെന്ന് വിചാരിക്കാം. Now A is entitled to claim the said amount of money from B. അപ്പം എയിൽ നിന്നും ബി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പൈസ വാങ്ങിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ എയ്ക്ക് എന്ത് ചെയ്യാം, ആ പൈസ ബിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു മേടിക്കാം. അപ്പോൾ എയ്ക്ക് ബിയിൽ നിന്നും പൈസ ചോദിച്ചു മേടിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ അവകാശം എങ്ങനെയാണ്, ആൻഡ് ദാറ്റ് റൈറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ബൈ എ ആൻഡ് നോട്ട് ബൈ എനി അതേഴ്സ്. എയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബിയുടെ അടുത്ത് പൈസ ചോദിക്കാനുള്ള അവകാശമുള്ളൂ, അല്ലാതെ വേറെ ആർക്കും ഇല്ല. ഇപ്പം എ എന്ത് ചെയ്തിട്ടുണ്ട്, ബിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിയുടെ അടുത്ത് ആ പൈസ ചോദിച്ചു വാങ്ങിക്കാനുള്ള അവകാശം എയ്ക്ക് മാത്രമാണുള്ളത്. ഇതാണ് റൈറ്റ്സ് ഇൻ പേഴ്സണം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം എയുടെ ഭാര്യ പോയിട്ട് ബിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എയുടെ മക്കൾക്ക് പോയിട്ട് ബിയുടെ അടുത്ത് ചോദിക്കാൻ അവകാശമില്ല സാധാരണഗതിയിൽ. ഇതാണ് റൈറ്റ്സ് ഇൻ പേഴ്സണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സിമിലർലി എ ക്യാൻ എൻഫോഴ്സ് ദാറ്റ് റൈറ്റ്സ് ഓൺലി എഗെയിൻസ്റ്റ് ബി ആൻഡ് നോട്ട് എഗെയിൻസ്റ്റ് എനി അതേഴ്സ്. അപ്പോൾ എങ്ങനെയാണോ എയ്ക്ക് മാത്രം പോയി ബിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ എയ്ക്ക് ബിയുടെ അടുത്ത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അല്ലാതെ ബിയുടെ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ ബിയുടെ മക്കളുടെ അടുത്തോ പോയി ചോദിക്കാനുള്ള അവകാശമില്ല. സോ ആ ഡീലിൽ ആരാണോ ഏർപ്പെട്ടിട്ടുള്ളത് അവർക്ക് മാത്രമേ അവകാശമുള്ളൂ. അതിനെയാണ് നമ്മൾ റൈറ്റ്സ് ഇൻ പേഴ്സണം കൊണ്ട് മീൻ ചെയ്യുന്നത്. എനിക്കിപ്പോൾ റൈറ്റ്സ് ഇൻ പേഴ്സണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് വൺ, റൈറ്റ്സ് ഇൻ റം. An example നോക്കൂ. A owes a plot of land. B is the owner of the adjacent plot. A has got uninterrupted possession and enjoyment of that land. Not only B but also against every member of the public. Nobody has got the right to disturb the possession of A. അപ്പോൾ റൈറ്റ്സ് ഇൻ റം, എ എന്നൊരു വ്യക്തി, ആൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലമുണ്ട്. എയുടെ തൊട്ടടുത്ത് തന്നെ സ്ഥലമുള്ള ഒരു വ്യക്തിയാണ് ബി. ഈ എയ്ക്ക് അയാളുടെ സ്വന്തം സ്ഥലത്ത് ആരും തടസ്സപ്പെടുത്താത്ത രീതിയിൽ സ്വതന്ത്രമായി ആ സ്ഥലം അയാളുടെ അധീനതയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അത് യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അത് അയാൾക്ക് ആ സ്ഥലം വാങ്ങിച്ചത് കൊണ്ട് കിട്ടിയിട്ടുള്ള അവകാശമാണ്. ഈ അവകാശത്തിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ബിക്കോ അല്ലെങ്കിൽ പബ്ലിക്കിലുള്ള വേറെ ഒരു വ്യക്തിക്കോ ചോദിക്കാനോ ഡിസ്റ്റർബ് ചെയ്യാനുള്ള അവകാശം ഇല്ല. അപ്പോൾ എക്ക് കിട്ടിയിരിക്കുന്ന ആ ലാൻഡ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനും, അവിടെ ഇപ്പോൾ വേണമെങ്കിൽ ഒരു വീട് പണിയാം, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് അവിടെ വേണമെങ്കിൽ കൃഷി നടത്താം, അല്ലെങ്കിൽ വെറുതെ പറമ്പ് അടച്ചിടുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുക്കുക. അയാളുടെ ഇഷ്ടം പോലെ അത് എങ്ങനെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള അവകാശം അയാൾക്ക് ആ സ്ഥലം വാങ്ങിച്ചത് കൊണ്ട്, ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത് കൊണ്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ തൊട്ടടുത്തുള്ള ബിക്കോ
അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള വേറെ വ്യക്തികൾക്കോ സാധാരണഗതിയിൽ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺലെസ് ഓർ അതർവൈസ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ റൈറ്റ് വേ, റൈറ്റ് പർപ്പസ്, ശരിയായ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ അവിടെ അയാൾ എന്തെങ്കിലും ഈ മയക്കുമരുന്ന് കടത്തോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ നിയമത്തിന് നിരക്കാത്തതാണ്. അപ്പോൾ ചോദ്യം ചെയ്യാം. അല്ലാത്ത രീതിയിൽ അയാൾക്ക് നിയമത്തിന് നിരക്കുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അയാൾക്ക് അയാളുടെ ഇഷ്ടമുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. മറ്റുള്ളവർക്ക് ആർക്കും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ല. ഓക്കെ, സോ ഇതിനെയാണ് റൈറ്റ്സ് ഇൻ റെം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഇത് പറഞ്ഞു, ഫീച്ചർ പ്രിൻസിപ്പൾസിൽ ആദ്യം കോൺട്രാക്റ്റിനെ പറഞ്ഞു, പിന്നെ നമ്മൾ രണ്ടാമത് റൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താ പറയണതെന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മളുടെ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഇപ്പം നമ്മളുടെ കോൺട്രാക്റ്റ് ആക്ട് 1872 അനുസരിച്ചുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം കോൺട്രാക്റ്റ് എന്താണ്, അതിൻ്റെ വേർഡ് മീനിങ് കണ്ടു, പിന്നെ നമ്മുടെ റൈറ്റ്സ് എന്താണ് അതിനെക്കുറിച്ച് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മളുടെ കോൺട്രാക്റ്റിലുള്ള എലമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ, ഒരു നിയമത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? അതിൽ ആദ്യം പറയുന്ന എലമെൻ്റാണ് എഗ്രിമെൻറ്റ് അല്ലേ. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പം ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെൻ്റ് ഉണ്ടാവണം. ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ദർ മസ്റ്റ് ബി എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ് ഇൻ എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാവണം. ഈ എഗ്രിമെൻറ്റിൽ നമ്മൾ പറഞ്ഞൊരു പ്രൊപ്പോസലാണ്. ആ പ്രൊപ്പോസലിൽ പ്രോമിസ് ഉണ്ട്, പ്രോമിസർ പ്രോമിസി ഉണ്ട് പറഞ്ഞു. അപ്പോൾ അത് ഒന്നുകൂടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ദ എഗ്രിമെൻറ്റ് ഇൻവോൾവ്സ് എൻ ഓഫർ ആൻഡ് എൻ അക്സെപ്റ്റൻസ്. അപ്പോൾ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ ഈസ് ഈക്വൽ ടു കോൺട്രാക്റ്റ്. എഗ്രിമെൻറ്റ് മീൻസ് ഒരു വാലിഡ് എഗ്രിമെൻറ്റ് മീൻസ് ദർ ഷുഡ് ബി എ വാലിഡ് ഓഫർ വിത്ത് എ വാലിഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ ദർ ഷുഡ് ബി എ വാലിഡ് ഓഫർ ഫ്രം വൺ പാർട്ടി ആൻഡ് എ വാലിഡ് അക്സെപ്റ്റൻസ് ഫ്രം അനദർ പാർട്ടി. ഇപ്പം നമ്മളൊരു പ്രോമിസർ ഉണ്ട്, ഒരു പ്രോമിസി ഉണ്ട് പറഞ്ഞു. സോ പ്രോമിസറാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓഫർ കൊടുക്കുന്നത്, ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫർ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു വസ്തു 100 രൂപയ്ക്ക് തരാം, ഞാൻ വാലിഡ് ആയിട്ടുള്ളൊരു ഓഫറാണ് കൊടുക്കുന്നത്. പ്രോമിസറാണ് ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ പ്രോമിസ് എന്ത് ചെയ്യുന്നു, ഓക്കെ 100 രൂപ കൊടുത്ത ആ സാധനം ഞാൻ വാങ്ങിക്കാമെന്ന് വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് കൊടുക്കുന്നു. സോ ദ പ്രോമിസർ ഗീവ്സ് എ വാലിഡ് ഓഫർ ആൻഡ് പ്രോമിസി ഗീവ്സ് എ വാലിഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസിനും ഒരു ഇക്വേഷൻ പറയാം. കോൺട്രാക്റ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ. ഇനി എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രൊപ്പോസലാണ്. ആ പ്രൊപ്പോസലിൽ ഒരു വാലിഡ് ഓഫറും ഒരു വാലിഡ് അക്സെപ്റ്റൻസും ഉണ്ട്. സോ അതുകൊണ്ട് പറയാം എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ ഈസ് ഈക്വൽ ടു ഡാഷ്. എന്താണ് കോൺട്രാക്റ്റ്. വാലിഡ് ഓഫർ പ്ലസ് വാലിഡ് അക്സെപ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡാഷ്. എന്താണ് എഗ്രിമെൻറ്റ്. an എക്സാമ്പിൾ പറയുന്നുണ്ട്. A sends a proposal to B to purchase his house for rupees 50 lakhs and B accepts the proposal. This results into an agreement. അപ്പം A എന്ത് ചെയ്തു, ബിക്ക് ഒരു പ്രൊപ്പോസൽ അയച്ചു. അതിൽ ആളൊരു പ്രോമിസ് കൊടുത്തു. എന്താണ് പ്രോമിസ്, ഞാൻ എൻ്റെ സ്ഥലം നിങ്ങൾക്ക് 50 ലക്ഷം രൂപയ്ക്ക് തരാം. ബി എന്ത് ചെയ്തു, ആ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു വാലിഡ് ഓഫറുണ്ട്, ഒരു വാലിഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. ഇതെന്താണ്, ഇത് ഒരു എഗ്രിമെൻ്റാണ്. സോ നിയമത്തിന് നിരക്കുന്നതായിട്ടുള്ള ഓഫറും അതുപോലെ നിയമത്തിന് നിരക്കുന്നതായിട്ടുള്ള അക്സെപ്റ്റൻസുമാണ് ആ വാലിഡ് ഓഫർ ആൻഡ് വാലിഡ് അക്സെപ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ വില എന്ന് പറയുന്നത് നിയമത്തിന് നിരക്കുന്നതായിരിക്കണം അല്ലേ. നിയമത്തിന് നിരക്കാത്ത രീതിയിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ എ ലോഫുൾ ഓഫർ ആൻഡ് എ ലോഫുൾ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ടു ഫോം ആൻ എഗ്രിമെൻറ്റ്. എ കോൺട്രാക്ട് റിക്വയർസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അപ്പോൾ ഇങ്ങനെയുള്ള വാലിഡ് ആയിട്ടുള്ള ലോഫുൾ ആയിട്ടുള്ള അക്സെപ്റ്റൻസും അതുപോലെ തന്നെ ഓഫറും അക്സെപ്റ്റൻസും ഉള്ള ഒരു എഗ്രിമെൻ്റാണ് ഒരു കോൺട്രാക്റ്റിൽ വേണ്ടത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ. എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ ഇല്ലെങ്കിൽ വെറും ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആവില്ല.
ഇനി എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ ഉണ്ട്, പക്ഷേ അഗ്രിമെൻറ്റിൽ വാലിഡ് ആയിട്ടുള്ള ഓഫറോ അക്സെപ്റ്റൻസോ ഇല്ലെങ്കിൽ എഗെയിൻ ദറ്റ് ഈസ് ഓൾസോ നോട്ട് ബിക്കമിങ് എ കോൺട്രാക്ട്. അപ്പോൾ അതിലൊരു കാര്യമുണ്ട്, എഗ്രിമെൻറ്റിൽ വാലിഡ് ആയിട്ടുള്ള ഓഫറും അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും എൻഫോഴ്സിബിലിറ്റി ഓഫ് നിയമത്തിൻ്റെ പിന്തുണ കിട്ടില്ല. പിന്നെ അതെങ്ങനെ കോൺട്രാക്റ്റ് ആവുക? സോ എഗ്രിമെൻറ്റിൽ അതിൽ പറയുന്ന ഓഫറും അതിൻ്റെ അക്സെപ്റ്റൻസും എല്ലാം വാലിഡ്, നിയമത്തിന് നിരക്കുന്ന രീതിയിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ അതിന് നിയമത്തിൻ്റെ പിന്തുണ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ കോൺട്രാക്റ്റിൽ ആദ്യത്തെ എലമെൻ്റാണ് എന്ത്? എഗ്രിമെൻറ്റ്. ഓക്കെ, ചിലപ്പോൾ 2 മാർക്സിന് വാട്ട് ഈസ് എൻ എഗ്രിമെൻറ്റ് ചോദിച്ചാൽ ഇത്ര എഴുതുക. എഗ്രിമെൻറ്റ് എന്താണെന്ന് എഴുതുക. വാലിഡ് ഓഫർ പ്ലസ് വാലിഡ് അക്സെപ്റ്റൻസ് ഇസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ്. വാലിഡിറ്റി മീൻസ് ലോഫുൾ ഓഫർ വിത്ത് ലോഫുൾ അക്സെപ്റ്റൻസ്. നിയമത്തിന് നിരക്കുന്നതായിട്ടുള്ള ഒരു ഓഫറായിരിക്കണം, നിയമത്തിന് നിരക്കുന്നതായിട്ടുള്ള അക്സെപ്റ്റൻസ്. ഇപ്പോൾ ഒരാൾ മയക്കുമരുന്ന് വിൽക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ തന്നു, അത് മറ്റാൾ അക്സെപ്റ്റ് ചെയ്തു. സോ അത് നിയമത്തിന് നിരക്കുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ഓഫർ ആൻഡ് വാലിഡ് അക്സെപ്റ്റൻസ്. അതിന് നിയമത്തിന് പിന്തുണയും കിട്ടില്ല. അത് നിയമത്തിന് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഓക്കെ, എഗ്രിമെൻറ്റ് 2 മാർക്സിന് ചോദിക്കാം. പിന്നെ എസ് എ ആയിട്ട് ഈ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എല്ലാം എസ് എ ആയിട്ടും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ 1 വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി രണ്ടാമത്തത് എപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് കോൺസെൻസ് ആഡ് ഇഡം. കോൺസെൻസ് ആഡ് ഇഡം എന്താണ്? കോൺസെൻസ് ആഡ് ഇഡം ഇതൊരു ലാറ്റിൻ വേർഡാണ്. കാരണം നമ്മൾ കോൺട്രാക്റ്റ് എന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായത് അല്ലേ? കോൺട്രാക്റ്റം എന്നുള്ള ലാറ്റിൻ വേർഡ്, ഡ്രോക്ക് ടുഗെദർ, ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ അതേപോലെ ഒരു കോൺട്രാക്റ്റ് ആഡ് ഇടം, കോൺസെൻസ് ആഡ് ഇടം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്, അത് അതുപോലെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണത് പറയുന്നത്? The parties to a contract must agree upon the subject matter of the contract in the same manner. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 2 പാർട്ടികൾ, നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ എത്ര പേര് വേണം? മിനിമം 2 പാർട്ടികൾ വേണം. സോ ആ പാർട്ടികൾ തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ഒരേപോലെ ആ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഒരേപോലെ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. അതിൽ തെറ്റിദ്ധാരണയൊന്നും പാടില്ല. ഇപ്പം ഞാൻ 100 രൂപയ്ക്ക് ഒരു വസ്തു വിൽക്കാമെന്ന് വെച്ചപ്പോൾ മറ്റാളത് 100 രൂപയ്ക്ക് മേടിക്കാമെന്ന് വെച്ചു. 2 പേരും സബ്ജക്റ്റ് മാറ്റർ ഒരുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞത് മറ്റാൾ 90 രൂപയ്ക്കാണെന്നുള്ളത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ 2 പേരും 2 വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തായി? 2 പേരും ഒരേ രീതിയിൽ അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ എപ്പോഴും ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ സെയിം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് വേണം. ആ സെയിം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡിനെയാണ് കോൺസെൻസ് ആഡ് ഇഡം എന്ന് പറയുന്നത്. കോൺസെൻസ് ആഡ് ഇഡം എന്ന് വെച്ചാൽ സെയിം ഐഡൻറ്റിറ്റി മൈൻഡ്, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. 2 പേർക്കും ഒരേ മനസ്ഥിതി അല്ലേ, ഒരേപോലെ മനസ്സിലാക്കുക. ഞാൻ എന്താണ് പറയുന്നത് അതേ സെൻസിൽ തന്നെ എടുക്കുക. അപ്പം അതേ സെൻസിൽ മനസ്സിലാക്കുക. ഇതിനെയാണ് നമ്മൾ കോൺസെൻസ് ആഡ് ഇഡം, സെയിം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. ഇംഗ്ലീഷ് വേർഡിംഗ് ആണ്, ഇംഗ്ലീഷ് മീനിങ് ആണ്. കോൺസെൻസ് ആഡ് ഇഡം എന്ന് വെച്ചാൽ സെയിം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. നമ്മൾ ഒരേ മനോഭാവത്തോടു കൂടി, ഒരേ മനസ്ഥിതിയോടുകൂടി, ഒരേപോലെ ആ സെയിം സെൻസിൽ തന്നെ കാര്യങ്ങൾ എടുക്കുക. അങ്ങനെയല്ല സബ്ജക്റ്റ് മാറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ അഗ്രിമെൻറ്റ് വാലിഡ് ആവില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞൊരു വ്യക്തി, എ ഹാസ് 2 houses, one at തൃശ്ശൂർ ആൻഡ് അനദർ അറ്റ് കൊച്ചി. എ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് തൃശ്ശൂരും അതുപോലെ കൊച്ചിയിലും ഓരോ വീടുകളുണ്ട്. അപ്പോൾ 2 വീടുണ്ട് അയാൾക്ക്. എ എക്സ്പ്രസസ് ഹിസ് വില്ലിങ്നെസ് ടു സെൽ വൺ ഓഫ് ഹിസ് ഹൗസ് ടു ബി. അപ്പോൾ എ എന്ത് ചെയ്തു? ബിയോട് പറയാം, എനിക്ക് 2 വീടുണ്ട്, ഒരെണ്ണം തൃശ്ശൂരുണ്ട്, ഒരെണ്ണം എറണാകുളമുണ്ട്, ഞാൻ ഒരു വീട് നിങ്ങൾക്ക് തന്നേക്കാം, ഒരു വീട് നിങ്ങൾക്ക് ഞാൻ വിൽക്കാമെന്ന് പറയുകയാണ്. എ ഹാഡ് ഇൻ ഹിസ് മൈൻഡ് ദ ഹൗസ് അറ്റ് കൊച്ചി ഫോർ സെയിൽ. എക്ക് എന്താണ്? കൊച്ചിയിലുള്ള വീട് കൊടുക്കണം എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. അത് അനുസരിച്ച് അയാൾ പ്രൊപ്പോസൽ ഫോം ചെയ്തു. ബി എന്ത് ചെയ്തു? അയാൾ തൃശ്ശൂരുള്ള വീടായിരിക്കും വിൽക്കാമെന്ന് വെച്ചിട്ട് ആ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ 2 പേർക്ക് എന്താണ്? ആ സബ്ജക്റ്റ് മാറ്ററെ കുറിച്ച് സെയിം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല.
പിന്നീടാണ് എ അറിയുന്നത് ബി ഉദ്ദേശിച്ചത് തൃശ്ശൂരുള്ള വീടാണെന്നും, പിന്നീടാണ് ബി അറിയുന്നത് എ കൊച്ചിയിലുള്ള വീടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചെന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ ആ കോൺട്രാക്റ്റ് പിന്നീട് എഗ്രിമെൻറ്റും ഫോം ചെയ്യുന്നില്ല, കോൺട്രാക്റ്റും ഫോം ചെയ്യുന്നില്ല. ഇത് കോൺസെൻസ് ആഡ് ഇടം, സെയിം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തതിൻ്റെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കോൺസെൻസ് ആഡ് ഇടം എന്താണെന്ന് മനസ്സിലായല്ലോ. കോൺസെൻസ് ആഡ് ഇടം എന്ന് വെച്ചാൽ സെയിം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, ഒരേപോലെയുള്ള ആശയവിനിമയം, ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എന്താണ് ഉദ്ദേശം അത് ശരിയായ രീതിയിൽ തന്നെ. അപ്പം ഞാൻ നേരത്തെ വ്യക്തമാക്കണമായിരുന്നു. ഇപ്പം എക്ക് 2 വീടുണ്ട്, അതിലൊരു വീട് വിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ബി അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ബി എന്ത് ചെയ്തിരിക്കണം, ഏത് വീടാണെന്ന് ചോദിച്ചിരിക്കണം. എ എന്ത് ചെയ്തിരിക്കണം, അത് ഏത് വീടാണെന്ന് വ്യക്തമാക്കിയിരിക്കണം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ അത് ചെയ്യാത്തതുകൊണ്ട് അവർ തമ്മിൽ എന്തായില്ല, സെയിം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇത് പ്രശ്നമാവില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ 2 എലമെൻറ്റ്സ് കണ്ടു, എഗ്രിമെൻ്റ് എന്താണ്, അതുപോലെ കോൺസെൻസ് ആഡ് ഇടം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തെന്താണെന്ന് നോക്കാം. നമ്മൾ ആ പറഞ്ഞ് നിർത്തി തന്നെ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ബട്ട് ബി ഹാഡ് ഇൻ ദ മൈൻഡ് ദ ഹൗസ് അറ്റ് തൃശ്ശൂർ വൈൽ അക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ, സോ ദർ ഇസ് നോ കോൺസസ് ആഡ് ഇടം, നോ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. 2 പേരും തമ്മിൽ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഉണ്ടായില്ല. അപ്പോൾ ആദ്യം എഗ്രിമെൻറ്റ്, കോൺട്രാക്റ്റിൻ്റെ എലമെൻ്റായിട്ട് എഗ്രിമെൻറ്റ് എന്താണെന്ന് കണ്ടു, പിന്നെ സെക്കൻഡ് എലമെൻറ്റ് കോൺസെൻസ് ആഡ് ഇടം എന്താണെന്ന് പറഞ്ഞു. ഇനി തേർഡ് വൺ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഒരു എലമെൻറ്റാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ, പ്രത്യേകിച്ചും ആ കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന 2 പാർട്ടീസ് തമ്മിലുള്ള അവരുടെ കപ്പാസിറ്റി എന്താണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് 2 കാര്യങ്ങളാണ് കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. ഒന്ന്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ, പ്രോമിസർ ആയാലും പ്രോമിസി ആയാലും മേജർ ആയിരിക്കണം. മേജർ എന്ന് വെച്ചാൽ നമുക്കറിയാം 18 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം. പിന്നെ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ, അതായത് ഒരു നോർമൽ മൈൻഡഡ് പേഴ്സൺ, അബ്നോർമൽ ആവാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. There must be at least 2 parties in a contract. നമുക്കറിയാം the parties must have legal capacity. അപ്പോൾ നിയമപരമായിട്ടുള്ള കപ്പാസിറ്റി പറയുന്നത് ഇങ്ങനെയാണ്, to enter into a contract. Every person who is a major and sound minded are able to enter into a contract. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്ന പാർട്ടീസ്, 2 പാർട്ടീസെങ്കിലും മിനിമം ഉണ്ടാവണം. അവർ 18 വയസ്സ് തികഞ്ഞവരായിരിക്കണം. പിന്നെ അതുപോലെ സൗണ്ട് മൈൻഡഡ്, നോർമലി മൈൻഡുള്ള വ്യക്തികളായിരിക്കണം. അബ്നോർമാലിറ്റി പാടില്ല. അപ്പോൾ മേജർ എന്ന് പറഞ്ഞപ്പോൾ 18 വയസ്സ് തികഞ്ഞവർ, അതാണ്. അപ്പോൾ മൈനേഴ്സിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. മൈനർ മീൻസ് നോട്ട് കംപ്ലീറ്റിംഗ് ദ ഏജ് ഓഫ് 18. പിന്നെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് വെച്ചാൽ നോർമൽ മൈൻഡ് ഇല്ലാത്ത വ്യക്തി. അൺസൗണ്ട് മൈൻഡ് വെച്ചാൽ നോർമൽ മൈൻഡ് ഇല്ലാത്ത വ്യക്തി. അപ്പോൾ സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തികൾ, നോർമൽ മൈൻഡുള്ളവർ സൗണ്ട് മൈൻഡഡ്, അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത് ഡ്രങ്കൺ ആയിട്ടുള്ള വ്യക്തി, ഹി ഈസ് നോട്ട് നോർമൽ. അപ്പോൾ ഒരു ഡ്രങ്കൺ ആയിട്ടുള്ള വ്യക്തി, ഒരു കുടിച്ചിട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഹി ഈസ് സെഡ് ടു ബി അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ. ഇഡിയറ്റ്സ്, വിഡ്ഢികൾ, ഐ മീൻ ഒരു കാര്യപ്രാപ്തിയും ഒരു കാര്യഗൗരവവും ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ശുദ്ധഗതിക്കാർ, ഒരു കാര്യം അറിയില്ല, ഒരു പമ്പര വിഡ്ഢികളായിട്ടൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ടാവും. സ്ഥലകാല ബോധമില്ലാതെ ഉള്ളവർ സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നോർമൽ തിങ്കിങ് ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ഇഡിയറ്റ്സ്, അവരും ഒരു അൺസൗണ്ട് മൈൻഡ് പേഴ്സണാണ്. പിന്നെ ലുണറ്റിക്സ്, അതായത് തീരെ ജന്മനാ തന്നെ ബോധമില്ലാതെ വരുന്നവർ.
അപ്പോൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചവർ അല്ലേ, അതുപോലെ തന്നെ മെൻ്റലി റിട്ടാർഡിങ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർ അൺസൗണ്ട് മൈൻഡ്, അപ്പോൾ അവരായിട്ട് നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. ഡു നോട്ട് ഹാവ് ലീഗൽ കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അപ്പോൾ അതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിൽ, ഒരു ലീഗലായിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ ദ പാർട്ടി ഷുഡ് ബി മേജർ ആൻഡ് ഷുഡ് ഹാവ് സൗണ്ട് മൈൻഡഡ്നെസ്. ഓക്കെ. പിന്നെ ഫ്രീ കൺസേൺഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് കോൺട്രാക്റ്റിൻ്റെ. ഫ്രീ കൺസേൺ, സമ്മതം. കൺസേൺ മീൻസ് സമ്മതം, അക്സെപ്റ്റൻസ് ഓർ സാങ്ഷൻ. അതായത് നമുക്കറിയാം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു പ്രോമിസറുണ്ട്, പ്രോമിസി ഉണ്ട്. ഈ പ്രോമിസർ ആയാലും പ്രോമിസി ആയാലും രണ്ടു പേർക്കും ഫ്രീ കൺസേൺഡ് ആവശ്യമാണ്. ആ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സാങ്ഷൻ ആവശ്യമാണ്. അത് ഫ്രീ ആണ്. ദാറ്റ് മീൻസ് സ്വമനസാലെയാണ് വേണ്ടത്. ഇപ്പം ഞാനൊരു വസ്തു 100 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറയുമ്പോൾ അത് ഞാൻ സ്വമനസാലെയാണ് വിൽക്കേണ്ടത്, അല്ലാതെ ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടല്ല വിൽക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു വ്യക്തി അത് 100 രൂപ കൊടുത്ത് വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ അത് അയാൾ സ്വമനസാലെയാണ് വാങ്ങിക്കേണ്ടത്, അല്ലാതെ ആരും നിർബന്ധിച്ച് അയാൾ അത് വാങ്ങിക്കരുത്. അപ്പോൾ രണ്ടുപേരും ഫ്രീ കൺസേൺ ആയിട്ട് സ്വമനസാലെ സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ സാങ്ഷൻ ചെയ്യുകയാണ് വേണ്ടത് നമ്മുടെ കോൺട്രാക്റ്റിൽ. എ പേഴ്സൺ ഹു ഫോംസ് എ കോൺട്രാക്ട് മസ്റ്റ് ഗീവ് ദെയർ ഫ്രീ കൺസേൺ ടു ഫോം ദ കോൺട്രാക്ട്. ദ കൺസേൺ ഷുഡ് നോട്ട് കോസ് ബൈ കോയഷൻ ഓർ ഇൻഫ്ലുവൻസ് ഓർ ഫ്രോഡ് ഓർ മിസ്റെപ്രസൻറ്റേഷൻ ഓർ ബൈ മിസ്റ്റേക്ക്. അപ്പം ഒരു രീതിയിലും കോയഷൻ, ഒരു തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രോഡായിട്ടോ, അല്ലെങ്കിൽ വേറെ മിസ്റെപ്രസെൻ്റ് ചെയ്തിട്ട്, എന്താ പറയുക, ആൾമാറാട്ടം നടത്തിയിട്ട്, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്കോ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യരുത്. ഏത് വ്യക്തികളാണ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് ആ വ്യക്തികൾ തമ്മിൽ സ്വമനസാലെ തന്നെ എന്ത് ചെയ്യണം, അത് ഫോം ചെയ്തിരിക്കണം. ഓക്കെ. സോ ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊരു കൊലീഗാണ്. അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അവർക്ക് കുറച്ച് വസ്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ കാലം ആൾക്ക് ഈ ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. അപ്പം കുറേ കാലം ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിട്ട് ചികിത്സയായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് ബേക്കറി ഒന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ ആൾ ലീസിന് കൊടുത്തിരുന്നു. അപ്പോൾ ലീസിന് കൊടുക്കുമ്പോൾ അയാൾക്ക് മാസം അതിൽ നിന്ന് വാടക കിട്ടും, പൈസ കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്തത്, കളക്ട് ചെയ്യാനായിട്ട് അയാളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചു. ഓക്കെ. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്തു, കളക്ട് ചെയ്ത് കൊണ്ടുതരും, ഇയാൾക്ക് കൊണ്ട് കൊടുക്കും. പക്ഷേ ഇപ്പം ഇയാൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, അത് നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി, ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി, ഇപ്പോൾ ഇതിനു വേണ്ടി ഓടി നടക്കണ്ടല്ലോ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇയാൾ പിന്നീട് ആ പൈസയ്ക്ക് ഇയാളുടെ കൈവശം തന്നെ വെക്കുകയും അങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം ഈ ഹോട്ടൽ ഉടമ, ബേക്കറിയുടെ ഉടമ, ലിവർ സിറോസിസ് ആയിട്ടുള്ള ആൾ മരിച്ചുപോയി. അത് കഴിഞ്ഞ് അയാൾ മരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മക്കളെല്ലാം ചെറുതാണ്, സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ വൈഫ് മാത്രമാണ് പിന്നെ കാര്യപ്രാപ്തിയുള്ളത്. അപ്പോൾ ആൾ പിന്നീട് ഈ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഈ ബേക്കറിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടത്. അപ്പോൾ ഈ ഫ്രണ്ട് വന്ന് അവരുടെ വൈഫിനോട് വളരെ എളുപ്പമായിട്ട് പറഞ്ഞു, അതെ, നിങ്ങളുടെ ചേട്ടൻ മരിക്കണക്ക് മുമ്പ് ആ ബേക്കറി എൻ്റെ പേരിൽ എഴുതി തന്നു എന്ന് പറഞ്ഞ് ഒരു കടലാസ് കാണിച്ചു കൊടുത്തു, ഒരു കോൺട്രാക്റ്റ് പോലെ. അപ്പം ഈ വൈഫ് പറഞ്ഞു, ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ചെയ്യില്ല, പിന്നെ ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തേക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് അല്ല, അതുപോലെ ആരും സൈൻ ചെയ്തേക്കുന്നതാണ്. അതിപ്പോൾ ഈ കേസും വക്കാണൊക്കെ നടന്നു. അപ്പോൾ അവസാനം അത് അയാളുടെ കയ്യിൽ നിന്ന് ഇവർക്ക് കിട്ടിയെന്നാണ് അറിവ്. അപ്പോൾ ഇതെന്തായി, അതവർ ഒരു മിസ്റെപ്രസെൻറ്റേഷനിലൂടെ സ്വായത്തമാക്കാൻ ശ്രമിച്ചതാണ്. ഫ്രീ കൺസേൺ അവിടെ കിട്ടിയിട്ടില്ല, സ്വമനസാലെ കൊടുത്തതല്ല. ഓക്കെ. അപ്പോൾ അതാ പറയുന്നത്, നമ്മളെപ്പോഴും ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുമ്പോൾ ആ കോൺട്രാക്റ്റ് രണ്ട് വ്യക്തികളും, അതിൽ പ്രോമിസർ ആയാലും പ്രോമിസി ആയാലും സ്വമനസാലെയാണ് സ്വീകരിക്കേണ്ടത്. എക്സാമ്പിൾ പറയുന്നുണ്ട്, എ ആസ്ക്സ് ബി ടു സൈൻ എൻ എഗ്രിമെൻറ്റ്. എ എന്ത് ചെയ്തു, ബിയുടെ അടുത്തൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറയാണ്. ബി റെഫ്യൂസസ് ടു ഡു ഇറ്റ്. ബി പറയുന്നത്, ഇല്ല, അതെനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. സോ എ ത്രെറ്റൻസ് ബി ഫോർ സിവിയർ കോൺസിക്വൻസസ്. നീ ഇത് സൈൻ ചെയ്തില്ലെങ്കിൽ നീ അനുഭവിക്കും, ഭീഷണിപ്പെടുത്താണ്.
ഇഫ് ബി ഈസ് നോട്ട് സൈനിങ് ദ ഡോക്യുമെൻറ്റ്. അപ്പോൾ നീ ഇത് സൈൻ ചെയ്തില്ലെങ്കിൽ നീ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ അങ്ങനെ ബി എന്ത് ചെയ്തു? സൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെ സൈൻ ചെയ്യുന്ന സ്വമനസാലെ സൈൻ ചെയ്യാതെ ഭീഷണിപ്പെടുത്തിയിട്ട് സൈൻ ചെയ്യുന്ന ആ കോൺട്രാക്റ്റ് ഒരിക്കലും വാലിഡ് അല്ല. അത് ഫോഴ്സ് ചെയ്തിട്ടാണ് ചെയ്തതെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കോൺട്രാക്റ്റ് അവിടെ അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, സോ അതാണ് ഫ്രീ കൺസെൻറ്റ്. ഇനി അഞ്ചാമത്തെ ഒരു എലമെൻ്റാണ് കൺസിഡറേഷൻ. നമ്മുടെ കോൺട്രാക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് കൺസിഡറേഷൻ. ഓക്കെ, സോ എന്താണ് കൺസിഡറേഷൻ? സംതിങ് ഇൻ റിട്ടേൺസ്, എന്തെങ്കിലും ഇൻ റിട്ടേൺ ആയിട്ട് കിട്ടിയിരിക്കണം. അത് രണ്ടുപേർക്കും, പ്രോമിസർക്കും പ്രോമിസിക്കും സംതിങ് ഇൻ റിട്ടേൺ, ഒരു അക്സെപ്റ്റൻസും ഒരു ഓഫറും ഒരു അക്സെപ്റ്റൻസിലും എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടാവണം. It is the most important element of contract. Consideration means something in returns. In every contract there must be a consideration. ഒരാൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഓഫർ ചെയ്യുന്നു, മറ്റാൾ അക്സെപ്റ്റ് ചെയ്യുന്നു, രണ്ട് ഇതിലും ഒരു കൺസിഡറേഷൻ ഉണ്ടാവും. A offers to sell his house to B for 50 lakhs. B accepts the proposal. Here the consideration for the sale of house is rupees 50 lakhs. അപ്പോൾ ഒരാൾ മറ്റാൾക്ക് വിൽക്കുന്നു. ആ വിൽക്കുന്ന സമയത്ത് അത് വാങ്ങിക്കുന്ന ആൾ എത്രയാണോ പ്രൈസ് അത് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന പ്രൈസാണ് ആ ബെനഫിറ്റ്, അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും സംതിങ് ഇൻ റിട്ടേൺ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനോ കൊടുക്കുന്ന ഒരു കാര്യത്തിനോ റിട്ടേൺ ഉണ്ടാവണം. അങ്ങനെ റിട്ടേൺ ഇല്ലാത്തത് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം നോർമൽ കേസിൽ റിട്ടേൺ ഉള്ളതിനെ മാത്രമാണ് നമ്മൾ കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ആറാമത്തെ നമ്മളുടെ ഈ കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റാണ് പറഞ്ഞത് ലോഫുൾ ഓബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ആയാലും എന്തിനു വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിൻ്റെ കാര്യം, അതിൻ്റെ സബ്ജക്റ്റ് എപ്പോഴും നിയമത്തിന് നിരക്കുന്നതായിരിക്കണം. ദ ഒബ്ജക്റ്റ് ഓഫ് ആൻ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. നമ്മൾ എന്തിനെ ആസ്പദമാക്കി ആണ് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സ്ഥലം വിൽക്കാനായിക്കോട്ടെ, ഒരു വസ്തു കൊടുക്കുന്നതായിക്കോട്ടെ, ഒരു വസ്തു വിൽക്കുന്നതായിക്കോട്ടെ, എന്ത് ട്രേഡിംഗ് ആക്ടിവിറ്റി ആയാലും നിയമത്തിന് നിരക്കുന്ന രീതിയിലുള്ള ട്രേഡിംഗ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ ഓർ ഇമ്മോറൽ ഓർ ഒപ്പോസ്ഡ് ബൈ പബ്ലിക് പോളിസി. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മയക്കുമരുന്ന് കടത്ത് അല്ലേ, അതുപോലെ ഈ വെപ്പൺസ് അതിൻ്റെ ട്രേഡിങ്, ഇതൊക്കെ നമുക്ക് നിയമത്തിന് നിരക്കുന്നതല്ല. അതിനു വേണ്ടി നമ്മൾ ഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റും വാലിഡ് അല്ല. അതിൻ്റെ ഉദ്ദേശം, ആ ഒബ്ജക്റ്റീവും ലോഫുൾ അല്ല. വെൻ ദ ഒബ്ജക്റ്റ് ഓഫ് എ കോൺട്രാക്റ്റ് ഇസ് നോട്ട് ലോഫുൾ, ദ കോൺട്രാക്റ്റ് ഇസ് വോയിഡ്. വാലിഡ്, വോയിഡ്. വാലിഡിൻ്റെ ഓപ്പോസിറ്റാണ് വോയിഡ്. അപ്പോൾ വാലിഡ് ആണെങ്കിൽ എന്താ? ലോഫുൾ ആയിരിക്കണം. അൺലോഫുൾ ആയിക്കഴിഞ്ഞാൽ അത് വോയിഡായിട്ട് മാറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. A promises to pay B rupees 5 lakhs for murdering C. ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുത്തേക്കാണ്. അയാളെ കൊന്നു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ തരാം. പക്ഷേ ഇവിടെ ഈ ഉദ്ദേശം, ഈ കോൺട്രാക്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലോഫുൾ, ഇറ്റ്സ് അൺലോഫുൾ. അപ്പോൾ അതുകൊണ്ട് ആ കോൺട്രാക്റ്റ് എന്താണ്? വോയിഡാണ്. ഓക്കെ, ഇപ്പോൾ കൊന്നു കഴിഞ്ഞിട്ട് അയാൾ 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ കേസിന് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ഉദ്ദേശം എന്താണ്? നിയമത്തിന് നിരക്കാത്തതാണ്. അത് കൊന്ന ആളും അത് പ്രേരിപ്പിച്ച ആളും എല്ലാം തന്നെ പെടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിൽ ഉദ്ദേശം, അതിൻ്റെ എയിം, ലക്ഷ്യം എല്ലാം നിയമത്തിന് നിരക്കുന്നതായിരിക്കണം. പിന്നെ നെക്സ്റ്റ് ഒരു എലമെൻറ്റ് പറയുന്നതാണ്, നിയമം തന്നെ ചില കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത് ചെയ്യാൻ പാടില്ല, അതൊന്നും നിയമത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പാടില്ല. The agreement might not have been expressly declared void by any law in force in the country. In such cases, the agreement cannot be enforced. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, A agrees to supply liquor to B. Subsequently, Prohibition Act comes into force. ഇപ്പോൾ നമ്മുടെ കൊറോണയുടെ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വാറ്റുകളുണ്ടായി അല്ലേ, ചാരായം വാറ്റൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെ
ലിക്കർ ഉണ്ടാക്കുകയും അത് സപ്ലൈ ചെയ്യാനും പാടില്ല എന്ന് നമുക്ക് നിയമമുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പം തന്നെ ആ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി അവരെല്ലാം കസ്റ്റഡിയിൽ എടുത്തു അല്ലേ പോലീസ്. അപ്പം അതിത് കാരണമാണ്, കാരണം ഓൾറെഡി ഡിക്ലെയർഡ് ആണ് ഇന്ന് ചെയ്യുന്നത് നിയമത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം മണൽ വാരൽ നിയമത്തിന് പറയുന്നില്ല, എവിടെയും മണൽ വാരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഇതുപോലെ മണൽ വാരി ഒരു മണൽ വാരുന്നതിന് ഒരു കോൺട്രാക്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് ഓട്ടോമാറ്റിക്കലി ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ല. So, thus all agreements to supply liquor becomes void and therefore we cannot enforce the agreement. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ്, ഇപ്പോൾ ലിക്കർ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ എഗ്രിമെൻറ്റ് ഒരിക്കലും വാലിഡ് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് ആ എഗ്രിമെൻറ്റ് ഫോം ചെയ്യണമെന്ന് ഒരിക്കലും ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് നിർബന്ധിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം 7 എലമെൻറ്റ്സ് കോൺട്രാക്റ്റിന് കണ്ടു. ഇനി 2 എലമെൻറ്റ്സും കൂടിയാണ്. അപ്പോൾ മൊത്തം 9 എലമെൻറ്റ്സ് ആണ് നമുക്ക് കോൺട്രാക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി 8ാമത്തെ നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇപ്പം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംഗതി, അതിൻ്റെ വിഷയം, ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഫോം ചെയ്തതിൻ്റെ വിഷയം, അത് നടപ്പിലാവാനുള്ള സാധ്യത, ഒട്ടും നടപ്പിലാവാനുള്ള സാധ്യത ഇല്ലാത്തൊരു കാര്യത്തെ ചൊല്ലി നമുക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പറ്റില്ല. എനിക്ക് ആകാശത്ത് നിന്ന് അമ്പിളിമാമനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല, കാരണം ഒരിക്കലും അത് സാധിക്കില്ല. അതുപോലെ സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത് സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി. നമ്മൾ എന്താണോ കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സംഭവ്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ആ കോൺട്രാക്റ്റ് വാലിഡ് ഉള്ളൂ. അത് ഒരിക്കലും സംഭവ്യമാക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അതിനെ ബേസ് ചെയ്തൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് ഇൻവാലിഡ് ആണ്, വോയിഡ് ആണ്. നോക്കൂ, ദ ടേംസ് ഓഫ് കോൺട്രാക്ട് ഷുഡ് ബി സർട്ടൺ ആൻഡ് പ്രിസൈസ്. നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കണം ആ കോൺട്രാക്റ്റിലുള്ള ടേംസ്. ദേ ഷുഡ് നോട്ട് ബി വേഗ്. അത് വെറുതെ ഇങ്ങനെ വേഗായിരിക്കരുത്, അത് വെറുതെ പറച്ചിൽ മാത്രമായിരിക്കരുത്. ആൻഡ് ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി കൺഫ്യൂഷൻ ഇൻ ദ മൈൻഡ് ഓഫ് ദ പാർട്ടീസ്. ഒരു കുഴപ്പം അത് ഉണ്ടാക്കാൻ പാടില്ല. സിമിലർലി ദ ടേംസ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പെർഫോമൻസ്. അത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുന്നത്, എ അഗ്രീസ് ടു സെൽ വൺ ഓഫ് ഹിസ് ഹൗസ്. A has 4 houses, so the term of agreement is uncertain. എക്ക് ഒരു വീട് വിൽക്കണം, അയാൾക്ക് 4 വീടാണ് ഉള്ളത്, പക്ഷെ അതിൽ ഏത് വീടാണെന്ന് വ്യക്തമായിട്ടില്ല. സോ ദ പോസിബിലിറ്റി ഓർ സെർട്ടനിറ്റി ഈസ് നോട്ട് ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. അയാൾ വ്യക്തമായി പറയണം ഇന്ന വീടാണെന്ന് പറഞ്ഞാൽ മാത്രമേ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ. പിന്നെ B agrees to pay rupees 1 lakh to C if C brings his son. B എന്ത് ചെയ്തു? B എന്ന് പറഞ്ഞൊരു വ്യക്തി സിക്ക് 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അയാളുടെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ. കാരണം മകൻ അബ്സ്കോണ്ടിങ് ആണ്, കാണുവാനില്ല. പക്ഷെ ആക്ച്വലി അയാളുടെ മകൻ മരിച്ചുപോയി. പക്ഷെ മരിച്ചുപോയ ആളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അതെന്താണ്? പോസിബിലിറ്റി ഇല്ലാത്തൊരു കാര്യത്തെ ചൊല്ലിയുള്ള കോൺട്രാക്റ്റാണ്. സോ ദാറ്റ് ഈസ് നോട്ട് വാലിഡ് കോൺട്രാക്ട്, ഈസ് എ വോയിഡ് കോൺട്രാക്റ്റ്. സോ നമ്മൾ കോൺട്രാക്റ്റിലൂടെ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്താണോ അത് സെർട്ടൺ ആയിരിക്കണം, പോസിബിൾ ആയിട്ടുള്ളതായിരിക്കണം. അൺസെർട്ടൺ ആയിട്ടോ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലി ഒരു കോൺട്രാക്ട് ഫോം ചെയ്താൽ ദറ്റ് ഈസ് വോയിഡ്, നോട്ട് വാലിഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നമ്മുടെ കോൺട്രാക്റ്റിന് എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എസ്സേയും ചോദിക്കാറുണ്ട്. ലാസ്റ്റ് എലമെൻ്റ് ആണ് an intention to create legal relationship. There should be an intention between the parties to create a legal relationship. Otherwise, there cannot be binding agreement between them. The agreement should create a legal obligation, formal promise, social agreements. Agreement to have a dinner do not create any legal relationship. അപ്പം നിയമപരമായിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? ഇപ്പം നമ്മൾ ഒരു സെയിൽ നടത്തുമ്പോൾ ഇത്ര രൂപയ്ക്ക് സെയിൽ നടത്താമെന്ന് പറഞ്ഞ് ഒരു ലീഗൽ റിലേഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിയമത്തിൻ്റെ പിന്തുണ അവിടെ വന്നു.
ആ ലീഗൽ റിലേഷൻ അല്ലാതെ ഒരു കോൺട്രാക്റ്റ് അല്ല, ഇറ്റ് ഈസ് ഇൻവാലിഡ്, വോയിഡ് ആണ് പറയുന്നത്. അപ്പം there should be an intention between the two parties to create a legal. അപ്പം നമ്മളൊരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസ് തമ്മിൽ ലീഗലായിട്ട് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ ഉള്ള ഒരു ഇത് ഫോം ഉണ്ടാക്കണം. അതർവൈസ് ദർ കനോട്ട് ബി എ ബൈൻഡിങ്. അപ്പോൾ അവർ തമ്മിൽ ഒരു നല്ല അഗ്രിമെൻറ്റും ഉണ്ടാവില്ല. ദ അഗ്രിമെൻറ്റ് ഷുഡ് ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ. ഒരു ലീഗലായിട്ടുള്ള ബാധ്യത ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാൻ ഒരു സാധനം 100 രൂപയ്ക്ക് കൊടുക്കാമെന്നും മറ്റാളത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചപ്പോൾ ഞാൻ നിയമപരമായി അത് കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, നിയമപരമായി അയാളത് വാങ്ങിക്കാനുള്ള ബാധ്യതയുണ്ട് അല്ലേ. ഇപ്പം നമ്മളൊരു വസ്തു വാങ്ങിക്കുകയാണ്, അപ്പോൾ എഗ്രിമെൻറ്റ് നമ്മൾ ഫോം ചെയ്യുന്നു അല്ലേ. വിത്തിൻ 6 months ഞാൻ ഈ വസ്തുവിനെ ഉള്ള ഫുൾ എമൗണ്ട് തന്നുകൊള്ളാം. അപ്പോൾ അവിടെ എന്തായി, നമ്മൾ എഗ്രിമെൻറ്റ് മുദ്രപത്രത്തിൽ എഴുതിയാണ് ഒപ്പിടുന്നത്. അപ്പോൾ എന്തായി, അതൊരു ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ബാധ്യത ഉണ്ടാക്കുകയാണ്. അത് മറ്റാൾ വാങ്ങിക്കാമെന്നും പൈസ തരാമെന്നുള്ള ബാധ്യത ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻഫോർമൽ പ്രോമിസ് ഈ രീതിയിൽ ബാധ്യത ഉണ്ടാക്കുന്നില്ല. ഒരു സോഷ്യൽ അഗ്രിമെൻറ്റ് ഇതുപോലെ ബാധ്യത ഉണ്ടാക്കുന്നില്ല. അതെന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിക്കുകയാണ്, നാളെ വൈകിട്ട് നമുക്കൊരു ഹോട്ടലിൽ പോവാം ഡിന്നർ കഴിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇതൊരു സോഷ്യൽ എഗ്രിമെൻ്റാണ്. പക്ഷേ ഒരിക്കലും ഒരു സോഷ്യൽ എഗ്രിമെൻറ്റ് ബാധ്യത ആവുന്നില്ല. പിറ്റേ ദിവസം അയാൾ പറയുകയാണ്, എനിക്ക് ഹോട്ടലിൽ പോകാൻ പറ്റില്ല, എനിക്ക് ഡിന്നർ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ല കേട്ടോ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു സോഷ്യൽ എഗ്രിമെൻ്റാണ്. അപ്പോൾ ഒരു ഇൻഫോർമൽ പ്രോമിസ്, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു, തന്നില്ല, അതൊന്നും പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല. ഒരു സാധനം തരാമെന്ന് പറഞ്ഞു, പിന്നീട് തന്നില്ല, സോഷ്യൽ എഗ്രിമെൻ്റാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. അതൊരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നില്ല. നമ്മൾ എപ്പോഴാണോ ഒരു കോൺട്രാക്ട് ഫോം ചെയ്ത് അത് ഡോക്യുമെൻ്റ് ആക്കി എടുക്കുന്നു, അപ്പോഴേ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺട്രാക്റ്റായിട്ട് അഗ്രിമെൻ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്നും വയലേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, സോ ഈ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻ്റാണെന്നും എന്നാൽ എല്ലാ എഗ്രിമെൻറ്റും ഒരു കോൺട്രാക്റ്റ് ആവുന്നില്ല എന്നും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് 2 രീതിയിലായിരിക്കും ചോദ്യം ചോദിക്കുക. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്നും ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, explain the concept. All contracts are agreements, but all agreements are not contracts. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റിന് 9 എലമെൻറ്റ്സ് വേണം. ആ എലമെൻറ്റ്സ് ഇന്നതൊക്കെയാണ്. ഈ എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇല്ലെങ്കിലും അത് കോൺട്രാക്റ്റ് ആവുന്നില്ല. ഒരു എഗ്രിമെൻറ്റ് മാത്രമേ ആവുന്നുള്ളൂ, പക്ഷേ അത് കോൺട്രാക്റ്റ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്റ്റ്. അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ട എന്താണ്, എ കോൺട്രാക്ട് ഹാവ് 9 എലമെൻറ്റ്സ്. ആ 9 എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക വിത്ത് എക്സാമ്പിൾസ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത്, കൺക്ലൂഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇഫ് എനി ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട് ഇസ് മിസ്സിങ് then that contract is not a valid contract. It is only an agreement and that agreement doesn't become a contract. അപ്പോൾ അതുകൊണ്ട് പറയണം, എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻറ്റ്സ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് ആവില്ല. ഓക്കെ, സോ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ വയലേഷൻ സംഭവിച്ചാൽ അത് ജസ്റ്റ് ഒരു എഗ്രിമെൻ്റ് ആണ്, അത് കോൺട്രാക്റ്റ് ആവില്ല. എന്നാൽ ഒരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ഈ പറയുന്ന എല്ലാ എലമെൻറ്റ്സും ഉണ്ടാവണം. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പം ഇത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നന്നായി മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ചൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ബെറ്റർ വേ. Don't take it as a way, take it in a vague manner, okay, because idukondu ningalku gunam undavum. Okay then, thank you so much, bye, take care.